നമ്മൾ ശിവലിംഗത്തെ പൂജ ചെയ്യുന്നു. പക്ഷേ എന്തിനാണ് പൂജ ചെയ്യുന്നത്? എന്താണ് ശിവലിംഗത്തിന്റെ അർത്ഥം? ശിവലിംഗത്തിന് ഈ ആകൃതി വരാൻ കാരണമെന്ത്? നമ്മളിൽ പലരും ആളുകൾ ശിവലിംഗത്തിന് തെറ്റായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നു. ആദ്യം ശിവലിംഗം എന്ന വാക്കിന്റെ അർത്ഥം നോക്കാം. ശിവ അതായത് പരമേശ്വരൻ, പരമമായ തത്വം. ലിംഗം അതായത് ചിഹ്നം, പ്രതീകം അതായത് പരമേശ്വരന്റെ പ്രതീകം. അതായത് എവിടെ ശിവന്റെ പ്രതീകം എന്നാണ് അർത്ഥമാക്കുന്നത്. സ്ത്രീലിംഗം എന്നുവെച്ചാൽ എന്താണ്? സ്ത്രീ പ്രതീകം. പുരുഷലിംഗം എന്നുവെച്ചാൽ പുരുഷപ്രതീകം. അതുപോലെ ശിവലിംഗം എന്നാൽ ശിവന്റെ പ്രതീകം. ഇതു പറയുമ്പോൾ ഒന്നുകൂടി പറയേണ്ടതുണ്ട്. സംസ്കൃതത്തിൽ ജനനേന്ദ്രിയത്തിന് ശിഷ്ണം എന്നാണ് പറയുന്നത്. ലിംഗം എന്ന ശബ്ദം എങ്ങും പ്രതിപാദിച്ചിട്ടില്ല. ഇനി നമുക്ക് ശിവലിംഗം വാസ്തവത്തിൽ എന്താണ് എന്ന് നോക്കാം. ഇതറിയണമെങ്കിൽ ശിവ്, പുരുഷ്, നെയും ശക്തി, പ്രകൃതി, യെയും അറിയേണ്ടതുണ്ട്. പ്രകൃതി എന്താണ്? പ്രകൃതി അതായത് കൃതിക്ക് മുൻപ്, അതായത് ബിഫോർ ക്രിയേഷൻ, സൃഷ്ടിക്കും മുൻപ് പ്രകൃതി എന്നത് ഈ ബ്രഹ്മാണ്ഡത്തെ സൂചിപ്പിക്കുന്നു. പ്രകൃതിക്ക് എല്ലാം നിർമ്മിക്കാനുള്ള കഴിവ് ഉണ്ട്. അതുകൊണ്ടുതന്നെ പ്രകൃതിയെ സർവ്വഗർഭ എന്നു പറയുന്നു. അതുകൊണ്ടാണ് പ്രകൃതിയെ അനന്തമെന്നു പറയുന്നത്. പ്രകൃതി ഉണരണമെങ്കിൽ അതിൽ ജീവൻ അതായത് ചേതനയുടെ ആവശ്യമുണ്ട്. പുരുഷ് അതായത് ചേതന പ്രകൃതിയെ ഉണർത്തുന്നു. ശിവലിംഗത്തിനു ഈ രൂപം വരാനുള്ള കാരണം, പ്രകൃതിയെ നമ്മൾ ഏതു രൂപത്തിലാണ് കാണിക്കേണ്ടത്? പ്രകൃതി ഈ ബ്രഹ്മാണ്ഡം മൊത്തം പ്രതിനിധീകരിക്കുന്നു. അതിനാലാണ് ഗാലക്സിയിൽ യുടെ രൂപം ശിവലിംഗത്തിന്റെ താഴ്ഭാഗത്തെ സൂചിപ്പിക്കുന്നു. മുകളിലത്തെ ഭാഗം പരമതത്വത്തെയും സൂചിപ്പിക്കുന്നു. അതായത് ജ്വാതിയുടെ രൂപം ആണ് കൊടുത്തിരിക്കുന്നത്. ഭാരതത്തിൽ 12 സ്വയംഭൂ ശിവലിംഗങ്ങളെ ജ്വാതിർലിംഗം എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ ശിവപ്രതീകത്തെയും പ്രകൃതിയുടെ പ്രതീകത്തെയും കല്ലിൽ തീർത്തപ്പോഴാണ് ശിവലിംഗ രൂപം കിട്ടിയത്. എന്തിനാണ് നമ്മൾ ശിവലിംഗത്തെ പൂജിക്കുന്നത്? ശിവഭഗവാന്റെയും പാർവതിദേവിയുടെയും പ്രതീകമാണ് ശിവലിംഗം. കൂടാതെ എല്ലാ ദൈവങ്ങളും ഈ ശിവലിംഗത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതിനാൽ ശിവലിംഗം പൂജിക്കുന്നതിലൂടെ എല്ലാ ദേവി ദേവതമാരെയും പൂജിക്കുന്നതിന് തുല്യമാണ്. ഒരിക്കലും മറക്കരുത്, ശിവലിംഗം ഒരു പ്രതിമ അല്ല. അതൊരു തത്വമാണ്, ഒരു ചൈതന്യമാണ്, ഒരു ആഴമേറിയ സത്യമാണ്.